ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് വർഷ. അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിൽ എങ്ങനെ ഒരു നാച്ചുറൽ ഒരു കളർ കൊണ്ടുവരാതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഒരു ബ്രൗൺ ഷെയ്ഡ്. അപ്പം നമ്മൾ സലോണിലൊക്കെ പോകുമ്പോൾ നല്ല ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ നല്ല കളറായിരിക്കും, പക്ഷെ അത്രയും കളർ നമുക്ക് കിട്ടത്തില്ല. അതായത് നരച്ച മുടിയുള്ളവരാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിലൊരു ഒരു ചുമന്നൊക്കെ ഒരു ബ്രൗൺ ആയിട്ട് നല്ല രീതിയിൽ ചുമന്ന് കിടക്കും. പക്ഷെ അല്ലാന്നുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നമ്മളിത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പം നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ട് കിടന്നിട്ട് നമ്മുടെ മുടിയിലേക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ തോന്നിക്കും. നല്ല രസമാണ്. അപ്പോൾ അതെങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് ആണ് ആവശ്യം, അതുപോലെ തന്നെ ഇത് എത്ര നേരം വെക്കണം എന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനും, അതുപോലെ നമ്മുടെ ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും, പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മുടിക്ക് വേരിനൊക്കെ നല്ല കട്ടി കിട്ടാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ. ഇപ്പം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് വറ്റി അരിച്ചെടുക്കുക. ഏകദേശം 1 കപ്പ് അളവിൽ നമ്മൾ അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. നല്ല കളറുള്ള എണ്ണ നോക്കി മേടിക്കുക. ഞാനിവിടെ ബെഞ്ചാറസിൻ്റെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്, 50 ഗ്രാമിൻ്റെ. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ എണ്ണ എടുക്കുക. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് എണ്ണ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. നീലാമ്പരിയുടെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നടുക്കൊരു കുഴി പോലെ തോണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ ആ കുഴിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് മിക്സ് ചെയ്യുക. പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട പിടിക്കത്തില്ല എണ്ണ തേക്കുന്ന ടൈമിൽ. നിങ്ങളിങ്ങനെ ചെയ്യുക. അപ്പം നമുക്ക് നന്നായിട്ട് എണ്ണ തേക്കാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും വരത്തില്ല. ഇപ്പം ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ പാത്രമോ ബൗളോ എന്താണോ എന്നുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്താലും മതി. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ പൊടി ഇല്ലെങ്കിൽ ബീട്രൂട്ട് അരച്ച അതിൻ്റെ നീരായാലും മതി. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ 1 കഷ്ണം നാരങ്ങയുടെ പകുതി അത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞൊഴുക്കി. ഇത് നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു കളർ കിട്ടാനാണ് നമ്മൾ തേക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ഡേ ഫുള്ള് വെക്കുക. എന്നാലേ നമ്മൾ തേക്കുന്ന ടൈമിൽ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടുത്ത ദിവസം ഞാൻ എണ്ണ ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് നല്ല രീതിയിൽ, അതായത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ നല്ല കളറും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇരുമ്പിൻ്റെ ചട്ടിയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു നമ്മൾ ആദ്യം കുഴച്ച എണ്ണയെക്കാട്ടി കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് തോന്നിക്കും. അത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 മുട്ടയുടെ വെള്ള നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. മഞ്ഞ വേണ്ട. മഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ മഞ്ഞ നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എണ്ണ ചെയ്യുമ്പോൾ നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യത്തില്ല. അപ്പം എണ്ണ അത് ഓൾറെഡി ഡ്രൈ ആവും. അപ്പം നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മഞ്ഞയൊക്കെ ചേർക്കുന്ന സ്മെല്ലൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ വെള്ളം എടുക്കുന്നത്. അപ്പം വെള്ളം നമ്മുടെ ഹെയർ ഗ്രോത്തിനും എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു 15 മിനിറ്റ് നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് സെറ്റാൻ വെക്കുക. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം മുട്ട പൊട്ടിച്ച് വെച്ച് 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിത് ഒരു കളർ വേണ്ട, നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രം മതി, ഡാൻഡ്രഫ് കുറയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. തൈര് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലാണോ അതൊരു 2-3 ഡ്രോപ്സും കൂടി അതിന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം നൈറ്റ് ഫുള്ള് വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുക. അതല്ല നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ നന്നായിട്ട് തേച്ച് പിടിച്ച് മസാജ് ചെയ്യുക. ഒരുപാട് എണ്ണ വേണ്ട. നമുക്ക് സ്കാൽപ്പൊക്കെ ചെറിയൊരു എണ്ണമയം അത്രയും മതി.
ഒരുപാട് എണ്ണ വാരി തേക്കണ്ട. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് കളർ വേണം എന്നുള്ളവരാണെങ്കിൽ ഇത് മുട്ട പൊട്ടിച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞ് സെറ്റായതിനു ശേഷം നമുക്ക് ഹെയറിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഹെയറിൽ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കെട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വലിഞ്ഞ് പൊട്ടിയും വരും. അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഹെയർ നന്നായിട്ട് ചീകി കെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുക. നമ്മുടെ തലയിൽ ഹെന്ന തേക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് ബൗന്ന് എടുത്തെടുത്ത് ഹെന്ന തേക്കാതെ നമ്മൾ നടുക്കുന്ന് കുറച്ച് മുടി എടുത്തതിന് ശേഷം നമ്മൾ ആ ഓട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും ആ എടുത്തേക്കുന്ന അത്രയും ഹെയറിലും നന്നായിട്ട് നമ്മൾ തേക്കുക. അങ്ങനെ തേച്ച് കഴിഞ്ഞാലേ നമുക്കൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ ഹെന്ന തേക്കുന്നതിൻ്റെ. നമ്മൾ ഓട്ടിയിലും നന്നായിട്ട് തേക്കണം. പിന്നെ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ തേച്ച് നമ്മൾ ഇടുന്ന ടൈമിൽ നമ്മുടെ മറ്റു മുടിയായിട്ട് കുരുങ്ങി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഓട്ടിയിലും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് തേച്ച് നമ്മളിതുപോലെ വട്ടത്തെ ഒരു ഉണ്ട പോലെ ആക്കി ചുറ്റി കെട്ടി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റ് ഹെയറിലൊന്നും പറ്റത്തുമില്ല. അതുപോലെ തന്നെ തമ്മിൽ മറ്റു മുടിയിൽ ഒട്ടിപ്പിടിച്ച് നമ്മുടെ ചീപ്പാൻ പറ്റാത്ത അവസ്ഥയൊന്നും വരത്തില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പം നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ക്യാമറയിൽ നോക്കിയായതുകൊണ്ട് എനിക്കതങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നത്. കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം എണ്ണ നന്നായിട്ട് കളറും കാര്യങ്ങളൊക്കെ വന്ന് ഇരിക്കും. അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യുന്ന പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, കളറൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മളെല്ലായിടത്തും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മളിതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക, വട്ടത്തെ കെട്ടി. അപ്പം നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാവും. ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഹെന്ന ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യാം. കാരണം ഡ്രൈ ആവത്തില്ല. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകുന്ന ടൈമിൽ പാടായിരിക്കും. ഇതാകുമ്പോൾ ഒരു ക്യാപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും കാണത്തില്ല. കഴുകാൻ നല്ല എളുപ്പമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ക്യാപ്പ് ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കവർ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെന്ന വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എണ്ണ കഴുകുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴുകുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ആ കെട്ടിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ കെട്ടൊന്ന് പയ്യെ ലൂസാക്കി നമ്മൾ വാഷ് ചെയ്യുക. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ കെട്ട് അഴിച്ചെടുക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ മുടി ഇങ്ങനെ പൊട്ടി വരും നമ്മൾ അഴിക്കുന്ന ടൈമിൽ. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ച് പയ്യെ കെട്ട് ലൂസാക്കിയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ അടുത്ത ദിവസം നമ്മൾ തലയിൽ ഇച്ചിരി എണ്ണ തേച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക ഹെയർ. അപ്പം നമ്മുടെ എന്തായാലും നമ്മൾ എണ്ണ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഇച്ചിരി ഓയിൽ യൂസ് ചെയ്ത് നമ്മുടെ തലയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ അത് വെക്കണമെന്ന് പറയാൻ ഞാൻ മറന്നു. ഏകദേശം നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അഥവാ തണുപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മാക്സിമം വെച്ചാൽ മതി. എന്നാലേ നമുക്ക് ആ എണ്ണ തേച്ചതിൻ്റെ ഒരു പ്രയോജനം കാണും. 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറും നമ്മൾ ഹെന്ന ചെയ്തതിന് ഒരു പ്രയോജനം കാണും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.